ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ സരീവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഷാരി പറയാണ്, ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഈ വീട്ടിൽ ഇയാൾ മാത്രമേ ഉള്ളൂ നോർമലെന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയല്ല വരുന്നത്, അയാളുടെ കരണത്തൊന്ന് പൊട്ടിക്കാനാണ് തോന്നുന്നത്. കൊല്ലുന്നതിനേക്കാൾ വലിയ വലിയ വാക്കുകളാണല്ലോ പറയുന്നത്, ഹൃദയം പിളർന്നു പോകുന്ന രീതിയിലുള്ള വാക്കുകൾ. അപ്പോൾ രാഹുൽ പറയാണ്, ഇതിനും നല്ലത് എൻ്റെ കർണത്തടിക്കല്ല, എന്നെ കൊല്ലുകയാണ് നല്ലത്. അപ്പോൾ ഷാരി, അതിനും ഞാൻ മടിക്കില്ലടോ, അത്രയ്ക്ക് മടുത്താണ് ഞാൻ നടക്കുന്നത്, എന്നെ കൊണ്ടത് ചെയ്യിക്കാതിരുന്നാൽ കൊള്ളാം. പിന്നെ ഷാരി പറയാണ്, എനിക്കെന്തോ ചെറിയ തലവേദന പോലെ മക്കളെ, ഞാൻ പോയി കിടക്കട്ടെ. അമ്മേ, ബർത്ത്ഡേ ഇവിടെ കൊണ്ട് തീരുന്നില്ല, മനു പറയാണ്. ഡിന്നറൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിക്കാം. അതെ 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 സരിയു, ശരി മക്കളെ എന്ന് പറഞ്ഞ് ഷാരി അവിടെ നിന്ന് പോയി. പിന്നെ സരയു പറയാണ്, മനുവേട്ടാ, നമുക്ക് മുറിയിലേക്ക് പോകാം, കുറച്ച് സമയം നമുക്ക് അവിടെ ഇരിക്കാം, നമുക്കവിടെ ഒരുമിച്ചിരിക്കാം, ഇവിടെ നിന്ന് ഈ മനുഷ്യൻ്റെ വായിലുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വരും. മനു പറയാണ്, അങ്ങനെ പാടെ അച്ഛനെ തള്ളിക്കളയരുത്, ഒരാൾക്ക് അസുഖം വരുന്നതൊക്കെ സർവ്വസാധാരണമല്ലേ മോളു, ആ സമയത്ത് കൂടെ നിൽക്കാണ് വേണ്ടത്. അപ്പം മനുവിനോട് രാഹുൽ പറയാണ്, ആര് കൂടെ നിന്നാലും നീ നിൽക്കണ്ടടാ. കണ്ടോ കണ്ടോ കണ്ടോ, ഇതാ കുഴപ്പം, മനുവേട്ടൻ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങേര് മനുവേട്ടനെ സ്നേഹിക്കില്ല. അത് തന്നെയാണ് എനിക്കെൻ്റെ അച്ഛനോടുള്ള ദേഷ്യവും. എന്നാൽ പിന്നെ മോള് വാ. അങ്ങനെ മോളുൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അവൻ പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് രാഹുലിനോട് ടാറ്റയാക്കുകയാണ്. രാഹുൽ, നീ പോടാ എന്ന് പറയാണ്. ഷാരി മുറിയിൽ വന്നിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. താര ഒരു പൊതിയുമായിട്ട് വന്നതാണ് അവൾ ഓർക്കുന്നത്. അതായെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മോൾക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ മനു പെട്ടെന്ന് പറയാണ്, ഇത് മോളൂന് കൊടുക്കണമെന്ന് താരേൻ്റെ പറയാ. അപ്പോൾ അച്ഛൻ പറയാണ്, എന്തിനാ മോൾ കൊടുക്കുന്നത്, അവളും മോളും തമ്മിൽ എന്താ ബന്ധം. അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് എന്തെന്നില്ലാതെ ദേഷ്യം പിടിക്കുകയാണ്. ഷാരി ചിന്തിക്കുകയാണ്, അവളൊരു പിശാചിനെ പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഷാരിയുടെ ഫോൺ ബെല്ലടിച്ചത്. അത് മറ്റാരുമല്ല, കിരണായിരുന്നു. ഫോൺ എടുത്തിട്ട് ഷാരി പറയാണ്, ഈശ്വരാ, ഇവനിനി എന്തിനാണാവോ വിളിക്കുന്നത്. മോനെ കിരണേ, എന്താ വിളിച്ചേ? എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അല്ല മോനെ, ഞാനല്ല, സരയുവാ വയലൻ്റ് ആയത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് കാണണം. നമ്മൾ നടക്കാൻ പോകുന്ന ഗ്രൗണ്ടിനടുത്തുള്ള ചർച്ചില്ലേ, അവിടേക്ക് വരണം. പറയാനുള്ളത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ മോനെ? പറഞ്ഞാൽ മാത്രം പോരാ, ഒരു സാധനം നിങ്ങൾക്ക് തരാനുണ്ട്. അയ്യോ, എന്നെ തല്ലാനാണോ? ഞാൻ നിൻ്റെ ആൻറ്റിയാടാ മോനെ. എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആൻറ്റിയെ അനന്തരവൻ തല്ലാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കരണത്ത് എൻ്റെ കൈവച്ചാൽ എൻ്റെ കൈ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഷാരിയും മനസ്സിൽ ചിന്തിക്കുകയാണ്, പോടാ നന്ദി കെട്ടവനെ. ഹലോ, മോനെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വരണം. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ വരാൻ നോക്കാം. നോക്കിയാൽ പോരാ, വരണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചേറി വരും. അയ്യോ വേണ്ട മോനെ, ഞാനിപ്പോൾ തന്നെ വരാം. ഇനി എന്തിനാണോ എന്തോ, ചിലപ്പോൾ അവരും കാണും, ആ താരയും കല്യാണിയും. എല്ലാവരും കൂടി എന്നെ കൊല്ലുമായിരിക്കും. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, അതോടെ ഈ ദുരിതം അവസാനിക്കുമല്ലോ. കിരൺ പറഞ്ഞ് വെയിറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ ഷാരിയും എത്തി. ഷാരി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിക്കുകയാണ്, ഈ മുട്ടാളൻ ഇനി എന്തിനാണാവോ വിളിച്ചത്. എന്താ മോനെ, മോളുടെ ബർത്ത്ഡേ ഒക്കെ നടന്നല്ലേ? തരക്കേടില്ലാതെ നടന്നു. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് സ്വന്തം അമ്മയ്ക്കാണോ പെറ്റമ്മയ്ക്കാണോ പോറ്റമ്മയ്ക്കാണോ അതിൽ പങ്കെടുക്കാൻ കൂടുതൽ അർഹത? എൻ്റെ അഭിപ്രായത്തിൽ വളർത്തമ്മയ്ക്ക് തന്നെയാണ്. ഒരാൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. നിങ്ങൾ തന്നെയാണ് അവളെ കുഞ്ഞുനാൾ മുതൽ നോക്കി വളർത്തിയത്. നിങ്ങളെയാണ് അവൾ അമ്മയെന്ന് വിളിച്ചതും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് പെർഫോമൻസ് തരേണ്ടത്. പക്ഷേ അവളെ പ്രസവിച്ച അമ്മ അവളെ വലിച്ചെറിഞ്ഞിട്ടല്ല പോയത്, അവരുടെ അരികിൽ കിടന്ന കുഞ്ഞിനെ അടർത്തി മാറ്റിയതാ. ബകാസുരൻ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ശാപമായ നിങ്ങളുടെ ഭർത്താവ്. അങ്ങനെ വരുമ്പോൾ 10-24 വർഷം മകളെ തേടി നടന്ന, മകളെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരമ്മയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മോൾക്ക് താരയെ കണ്ണെടുത്താൽ കണ്ടൂടാ. അവരവിടെ വന്നാൽ അവൾ ആട്ടിപ്പായ്ക്കത്തേ ഉള്ളൂ. അതെനിക്കും കല്യാണിക്കും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും താരാൻ്റിയോട് പറയുന്നത്, മകളിനെ കാണാൻ അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. പക്ഷേ ഏതൊരമ്മയ്ക്കും അതിന് കഴിയുമോ?
സരയുവിനെ ബകാസുരൻ്റെ മകളായിട്ട് തന്നെയാണ് നിങ്ങളും അയാളും വളർത്തിയത്. ഇന്നിപ്പം അവളുടെ ഭർത്താവ് ജീവിതത്തിൽ വന്നതിന് ശേഷം അവളുടെ സ്വഭാവം പിന്നെ പറയേ വേണ്ട. അയ്യോ, മനുമോൻ നല്ലവനാ. അതെ, നല്ലവനാ. അവനെ വളരെ നല്ലവനാ. അതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ശരിക്കും ഒരു പെൺകുട്ടി പുണ്യം ചെയ്യണം. അതേ മോനെ, സത്യ. അത് മാത്ര ഇപ്പോഴത്തെ ഒരു ആശ്വാസം. ദേ, നിങ്ങളൊക്കെ ബകാസുരൻ എന്ന് വിളിക്കുന്ന എൻ്റെ ഭർത്താവ്, അയാളെ ഞാൻ വെറുത്തു കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞാനും എൻ്റെ മോളും അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ഇതുവരെ വിസയൊന്നും ശരിയായില്ലേ? ശരിയായിക്കൊണ്ടിരിക്കാൻ മോനെ. ഇന്നത്തേക്ക് ശരിയാവും, ഉടനെ ശരിയാവും എന്നാ പറഞ്ഞേ. ശരിയാവും ശരിയാവും. ഇവൻ കളിയാക്കുകയാണെന്നാ തോന്നുന്നത്. വേറെ ആരെ വേണമെങ്കിലും കളിയാക്കടാ പുല്ലേ. എൻ്റെ മനുമോനെ ഒന്നും പറഞ്ഞേക്കരുത്. നിങ്ങളെന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. മനുവിനെ പറഞ്ഞത് പിടിച്ചില്ല അല്ലേ? അയ്യോ അല്ല മോനെ, മോനവന് മനുമോനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേ ഇതൊന്നും സംസാരിക്കാനല്ല ഞാൻ വിളിപ്പിച്ചത്. ഇതിനകത്ത് ഒരു സ്വർണ്ണമാലയുണ്ട്. ഇത് ബർത്ത്ഡേൻ്റെ അന്നത്തെ ദിവസം സരുവിന് കൊടുക്കണം. അയ്യോ, മോനിപ്പോഴും സരുവിനോട് സ്നേഹമുണ്ടല്ലേ? കല്യാണി അറിഞ്ഞിട്ടാണോ ഇത് വാങ്ങിയത്? കല്യാണിന്ന് മാത്രമല്ല, എല്ലാവരും അറിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ വാങ്ങിയത് ഞങ്ങളാരുമല്ല, താരാൻ്റിയാ. ഇത് നിങ്ങൾ താരാൻ്റിയുടെ മോൾക്ക് കൊടുക്കണം. മോനെ, താരാൻ്റിയുടെ മോളെന്ന് പറയരുത്. എൻ്റെ മോളാ. പക്ഷേ എനിക്ക് സത്യം വിളിച്ച് പറഞ്ഞല്ലേ പറ്റൂ. അതല്ല ഇവിടുത്തെ വിഷയം. ഇതവൾ കഴുത്തിൽ അണിഞ്ഞ് നടക്കുന്നത് താരാൻ്റിക്ക് കാണണം. അയ്യോ, താര വാങ്ങിച്ചതാണെന്ന് പറഞ്ഞത് അവൾക്ക് കൊണ്ടുകൊടുത്താൽ അവളിത് മുറ്റത്തേക്ക് വലിച്ചെറിയും മോനെ. അതുകൊണ്ട് അങ്ങനെ പറയണ്ട, നിങ്ങൾ വാങ്ങിയതാന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എവിടെ നിന്നാ പൈസ കിട്ടിയതെന്ന് ചോദിക്കില്ലേ? പൈസ വന്ന വഴിയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എങ്ങനെ? ഈ നാവ് കൊണ്ട് കള്ളം പറയാനൊരു പ്രത്യേക കഴിവുള്ളൊരു നാവാ. അതുകൊണ്ട് പുതിയൊരു കഥ മെനഞ്ഞെടുക്കാനാണോ പ്രയാസം? മര്യാദയ്ക്ക് ഇത് അവളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോണം. എന്നിട്ട് അവളോട് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ പറയണം. ഇത് നേരിൽ കൊണ്ടുപോയി കൊടുക്കാൻ താരാൻ്റിക്ക് കഴിയില്ല. പക്ഷേ അവർ വാങ്ങിച്ച മാല അവരുടെ മകൾ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് അവർക്ക് കാണണം. അതിനുള്ള അവസരം ഒരുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അതും പറഞ്ഞ് അവൻ വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം ഷാരി വന്നിട്ട് വണ്ടിക്ക് തട്ടുകയാണ്. അപ്പോൾ അവൻ വിൻഡോ തുറന്നിട്ട് നോക്കിയിട്ട് പറയാണ്, മോനെ, എന്നെ നീ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലല്ലേടാ. സ്വത്തിനും പണത്തിനും വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയും അകറ്റി നിർത്തിയവൻ അവനാണ് നിങ്ങളുടെ ഭർത്താവ്. അതിനെല്ലാം കൂട്ടുനിന്നതാ അമ്മയും മോളുമൊക്കെ. അതിനപ്പുറം ശ്വാസം മുട്ടലല്ല ഇതൊന്നും. പിന്നെ നിങ്ങളെയും നിങ്ങളുടെ ഭർത്താവിനെയും മകളെയും ഒപ്പം അവരുടെ പോലെ വിശ്വാസവഞ്ചന കാണിക്കില്ല ഞാനും കല്യാണിയും ഒക്കെ. ഞങ്ങൾ അറിഞ്ഞ രഹസ്യം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. ഒരിക്കലും നിങ്ങൾ സരിയുവിൻ്റെ അമ്മയല്ലാതാവില്ല. ആ സത്യം ഞങ്ങളുടെ നാവിൽ നിന്ന് ആരും അറിയില്ല. പക്ഷേ അതിനിടയിൽ സ്വന്തം അമ്മയുടെ ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ചെന്ന് അവസാനിക്കുന്നത് കോടതിയിലായിരിക്കും. മറക്കണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ഷാരി മനു കൊടുത്ത ബ്രേസ്ലെറ്റ് കയ്യിൽ കെട്ടി നോക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഷാരി ആ ഗിഫ്റ്റും കൊണ്ട് അകത്തേക്ക് വരുന്നത്. അതായത് കിരൺ കൊടുത്ത ആ ഗിഫ്റ്റുമായിട്ടാണ് ഷാരി അകത്തേക്ക് വരുന്നത് സരുവിൻ്റെ അടുത്തേക്ക്. മോളെ, അമ്മ എന്തിനാ പുറത്തേക്ക് പോയത്? ഇത് വാങ്ങിക്കാനോ? നോക്കിയേ. ഇതെന്താ അമ്മേ? ബർത്ത്ഡേ അല്ലേ മോളെ? അതിന് അമ്മ എന്തെങ്കിലും സമ്മാനം തരണ്ടേ? അമ്മ എനിക്ക് സമ്മാനം തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാ അമ്മേ, മനുവേട്ടൻ തന്ന കണ്ടില്ലേ? അവളത് വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മ നെക്ലേസ് ആണല്ലോ. സ്വർണ്ണാണോ? അതേ മോളെ, സ്വർണം തന്നെയാ. ഇതിനൊക്കെ അമ്മയുടെ കയ്യിൽ പൈസ എവിടുന്നാ? ഞാൻ മിച്ചം വെച്ചിരുന്ന കുറച്ച് പൈസയാ, അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വാങ്ങിച്ചതാ. പൈസക്കൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതൊക്കെ എന്തിനാ അമ്മേ വാങ്ങിച്ചത്? അവൾക്ക് സന്തോഷമായ മോളെ. എന്നാൽ പിന്നെ ഇതൊന്ന് കഴുത്തിലോട്ടിട്ടാന്നേ അമ്മേ. ആര്യ അത് കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ആലോചിക്കുകയാണ്, ഇത് മോളുടെ കഴുത്തിൽ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. കാരണം അമ്മ വാങ്ങിത്തന്ന ആഭരണമാണല്ലോ. അപ്പോൾ എനിക്ക് കാണുന്ന സമയത്തൊക്കെ വിഷമമായിരിക്കും. ഒന്ന് നോക്കിയിട്ട് വരട്ടെ. എന്നിട്ട് അവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. നന്നായിരിക്കുന്നു, എനിക്ക് ചേരുന്ന മാല തന്നെയാണ് അമ്മ എനിക്ക് വാങ്ങിച്ചത്. അത് കേട്ടപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, മോൾക്ക് ചേരുന്ന മാല തന്നെയാണ് മോളുടെ അമ്മ വാങ്ങിച്ചത്. വലിയ ചേർച്ചയൊന്നും ഇല്ല മോളെ, ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നുമില്ല. ആര് പറഞ്ഞു നന്നായിട്ടില്ല എന്ന്? അമ്മ ഇതുപോലെ നല്ലൊരു മാല എനിക്ക് ഇതിനു മുമ്പേ വാങ്ങി തന്നിട്ടേ ഇല്ല. മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നിയില്ല.
എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഈ സമ്മാനം തന്നതിന് എൻ്റെ അമ്മയുടെ മോളുടെ വക എന്ന് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു. ഷാരി തിരിച്ചും അവൾക്കും ഒരു മുത്തം കൊടുത്തു. എന്തിനാ അമ്മ കരയുന്നേ? അമ്മ ഇപ്പോൾ ഇടക്കിടക്ക് ഒക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടല്ലോ. മോളുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് മോളെ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത്. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാണ് നമ്മളുടേത്. ഇപ്പം അങ്ങേർക്ക് തലക്ക് സ്ഥിരതയില്ലാണ്ടായിപ്പോയില്ലേ. അതോർക്കുമ്പോൾ എനിക്ക് സങ്കടം ഒതുക്കി വെക്കാൻ കഴിയുന്നില്ല മോളെ. ആ സങ്കടം കൊണ്ട് അമ്മ അച്ഛനെ ഓരോന്നും പറയുന്നതല്ലേ. പറയാതെ പിന്നെ മോൾക്കും രൂപയുടെ സ്വത്തെല്ലാം എഴുതി വാങ്ങിത്തരാമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോൾ പകുതി പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി പോകുമെന്ന് അറിയത്തുമില്ല. അതെനിക്ക് എന്തായാലും കിട്ടുമല്ലോ അമ്മേ. ആൻറ്റി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു നാടകമല്ലേ. സത്യത്തിൽ ആൻറ്റിക്ക് ചന്ദ്രസേനോടും കല്യാണോടൊന്നും ആത്മാർത്ഥമായിട്ടൊരു അടുപ്പവും ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞത്. അത് ശരിക്കും സത്യമാണോ അമ്മേ? എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അമ്മ എന്താ അത് ചെയ്യാതിരുന്നേ? ഞാൻ പറഞ്ഞില്ല മോളെ, അത് പിന്നെ കണ്ടില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാ. എന്തായാലും അവിടുത്തെ സംസാരം കേട്ടിട്ട് രൂപയുടെ അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രസേനെ കൊല്ലാണെന്ന് പറഞ്ഞാ ആൻറ്റി അയാളെ സ്നേഹിച്ചു തുടങ്ങിയത്. ഇതുവരെ അത് നടന്നില്ലല്ലോ. നടക്കും, ഉറപ്പായിട്ട് നടക്കും. പിന്നെ കാണിക്കുന്നത് കിരണിൻ്റെ അച്ഛനെയും അമ്മയാണ്. എന്നിട്ട് അമ്മ പറയാണ്, മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് താര എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരയുകയായിരുന്നു. എന്തെങ്കിലും വില കൂടിയ ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാ, വില കൂടിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്ന്. പിന്നെ പാവല്ലേ അവള്, അങ്ങനെ ആഗ്രഹങ്ങളൊന്നും പുറത്ത് പറയുന്ന കൂട്ടത്തിലല്ല. ഞാനാണ് സ്വർണ്ണമാല വാങ്ങിക്കൊടുത്തത്. ഏതായാലും അവൾ ആഗ്രഹിച്ചതുപോലെ സരയുവിൻ്റെ കയ്യിലെത്തിക്കാൻ കഴിഞ്ഞല്ലോ. കല്യാണിയുടെ അമ്മയേക്കാൾ എത്ര ദയനീയമാണ് താരയുടെ അവസ്ഥ. ഒരു സമയത്ത് ഇവിടേക്ക് കയറി വരുമ്പോൾ ഞാൻ അട്ടിപ്പായിക്കുമായിരുന്നു, കഥകളൊന്നും അറിയാതെ. ഇപ്പം സ്വന്തം മോളത് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയും ഇതിനൊക്കെ കാരണക്കാരനായവൻ എല്ലാം കണ്ടിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുക. അവനല്ലേ സ്നേഹിക്കേണ്ടവരെല്ലാം അകറ്റിയത്. താരയുടെ നല്ല പ്രായത്തിൽ അവളെ വഞ്ചിച്ചു. അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കേണ്ടിയും വന്നു. ആ സമയത്ത് ആ കുഞ്ഞിനെയെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിനു വേണ്ടി അവൾക്ക് ജീവിക്കാമായിരുന്നു. ഇനിയിപ്പോൾ സരയു സത്യം മനസ്സിലാക്കിയാലും താരയെ സ്നേഹിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചതാ. എന്നിട്ട് അവളുടെ നോട്ടം സ്വത്തിലും പണത്തിലും ഒക്കെ ആയിരുന്നു. രാഹുലിനെ പോലൊരച്ഛന് അങ്ങനെയുള്ള മോളല്ലേ ജനിക്കൂ. ഞാൻ ഒരുപാട് തവണ താരയോട് പറഞ്ഞു രൂപേ, കല്യാണിയെയും കിരണിനെയും സോണിയയൊക്കെ സ്വന്തം മകളായിട്ട് കണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ. അവൾ മനസ്സിൽ ചെയ്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കോമ്പൗണ്ടിൽ 2-3 വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും താമസിക്കണമെന്നായിരുന്നല്ലോ നമ്മളുടെ ആഗ്രഹം. അവിടെ താരയും കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് ഇനിയുള്ള കാലം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോഴും സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള വേദന അവളെ വിട്ടു പോവില്ല ഒരിക്കലും. അപ്പോഴും ഇപ്പുറം കാണിക്കുന്നത് സരയു ആ നെക്ലേസ് കഴുത്തിൽ കെട്ടിയിട്ട് അവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.